തന്നെ അവരെന്ത് ചെയ്തു? അവരെന്ത് തെറ്റ് ചെയ്തു? അവരുടെ അഭിമാനത്തിന് നമ്മൾ പരിച്ചു ചീന്തില്ലേ? ഷെയർ ചെയ്ത ഓരോരുത്തരും അവരോട് പോയി നാളെ ആ പാടിയ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു അവിടെ മാഫ് കൊടുത്തേക്കാം, അവർക്ക് അള്ളാഹു പൊരുത്തു കൊടുത്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് പൊരുത്തം കിട്ടണമെങ്കിൽ അയാളുടെ മുമ്പിൽ ചെന്ന് എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ നിങ്ങളുടെ അഭിമാനത്തിനെ കീറിപ്പറിച്ചു ചീന്തിയ എനിക്ക് നിങ്ങൾ വിട്ടു പൊരുക്കണമെന്ന് പറയാതെ ഒരുത്തനും അള്ളാഹു മാഫ് നൽകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതൊരു പാവപ്പെട്ട ഒരു ഉസ്താദിന്റെ കല്യാണത്തിന്റെ വീട്ടിൽ സുഹൃത്തുക്കൾ ഒന്നിച്ചുകൂടി, ഒരു വിധത്തിലും ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല, എന്നിരുന്നാലും അവിടെ വിദ്യാർത്ഥികൾ, പാട്ടുകാർ, തന്റെ സഹോദരന്മാർ ഒന്നിച്ച്, ഫ്രണ്ട്സ് ഒന്നിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. മിസ്റ്റേക്ക് എന്നല്ല, അതൊരു രൂപത്തിൽ വേറൊരു മാർഗത്തിലേക്ക് പോയി. പക്ഷെ അള്ളാഹു അതിനെ പൊരുത്തപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മളൊരു ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ്? ഞാനൊരു ഷെയർ ചെയ്തിട്ടുള്ളൂ, ആ പാട്ട് അവിടെ പരിഹസിച്ച ആ ഒരു മോളെ കുറിച്ച് പാടിയ പാട്ടിനെ പരിഹസിച്ച് ട്രോൾ ചെയ്യുമ്പോൾ അതിനെ ഷെയർ ചെയ്ത ഓരോരുത്തരും ഇന്ന് മനസ്സിലാക്കി വെക്കണം, എനിക്കും ആ ഒരു കുറ്റത്തിൽ ഞാനും ഒരു പങ്കാളിയാണ് എന്നുള്ള പൂർണ്ണമായ ബോധം നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് വന്നാലും ഷെയർ ചെയ്യും, എന്ത് കണ്ടാലും ഷെയർ ചെയ്യും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ആ ഒരു ശിക്ഷ നിരന്തരമായി നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഏത് രൂപത്തിലാണ് നമ്മളൊരു സദക്ക ചെയ്യുന്നത്? നമ്മളൊരു സദക്ക ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ ഒരു സദക്ക ചെയ്തു, നമ്മളൊരു ജാരിയായ സദക്ക ചെയ്തു, അത് എന്നേക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഖുർആൻ കൊടുത്തു, ഒരു പള്ളിയിലേക്ക് ഖുർആൻ കൊടുത്താൽ എന്നേക്കും സ്വതക്കയായി നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്താൽ അഭിമാനത്തിനെ ഇന്ന് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ശിക്ഷ എത്തുക തന്നെ ചെയ്യും. കാരണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും നമ്മുടെ വീഡിയോ കാണാൻ പലരും ഇവിടെ ഉണ്ട്. ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ശിക്ഷ രൂപത്തിൽ നമുക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. ഇന്ന് ഏതോ ഒരു ഉസ്താദിന്റെ വീട്ടിൽ, പാവപ്പെട്ട ഒരു ഉസ്താദിന്റെ വീട്ടിൽ ഒരാള് തെറ്റെന്തോ ഒരു പാടിയെന്ന് വെച്ച് ആ പാട്ടിനെ ഇന്ന് ട്രോളാക്കി എത്രയോ പഠിച്ചവർ, ദീനി പഠിച്ച ആലിമീങ്ങൾ പോലും അതിനെ വിമർശിക്കുകയും ട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇതൊരു ശരിയായ കാര്യമല്ല. ഒരാളെ ഫളീഹത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായി കാണേണ്ട കാര്യമൊന്നുമല്ല. ഒരാളെ ഫളീഹത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഇറങ്ങാനുള്ള വേറൊരു സബബുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരാളെ ഫളീഹത്തിലാക്കി കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളും ഫളീഹത്തിലാകും എന്നുള്ള പൂർണ്ണമായ ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, മറ്റൊരാളെ വിമർശിക്കാൻ, മറ്റൊരാളെ റിയാക്ഷൻ ഇടാൻ, മറ്റൊരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ, അവർക്ക് വൈരുദ്ധ്യമായി സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഓരോന്നിക്കും, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും എല്ലാത്തിനും സുആലുണ്ടാവും, എല്ലാത്തിനും ചോദ്യമുണ്ടാവും. അതിന് മറുപടി കൊടുക്കാതെ സൂര്യൻ ഉദിച്ചാൽ മുകളിൽ ഉണ്ടാവുന്ന ആ ഒരു ഭയാനകരമായ പരലോകത്ത് മഹ്ശറ മൻസബിൽ നമ്മൾക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ മനസ്സിലാക്കണം, മറ്റൊരാളെ മറ്റൊരാളെ ഇറച്ചി തിന്നുക അല്ലെങ്കിൽ അഭിമാനത്തിനെ പറിച്ചു ചീന്തുക ഒരിക്കലും ഇതൊരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഫളീഹത്തിലാക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനെ പരിഹരിക്കാൻ നമ്മൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നമ്മൾ അവരുടെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ആ ഒരു പുണ്യമായ ആ ഒരു നല്ല വീട്ടിൽ ഇന്ന് ആ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ആ വീട്ടിന്റെ അവസ്ഥ എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ മകളുടെ അവസ്ഥ എന്താണ്? കുടുംബത്തിൽ അവരുടെ വിലയെ നമ്മൾ തകർത്ത് കഴിഞ്ഞില്ലേ? അത്തരത്തിലും എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? ആ പാടിയ ആൾക്കാരെ ഒഴിവാക്കി ആ ഉമ്മാനെ, ആ മകളെ, അതുപോലെ തന്നെ ആ ഒരു ഉസ്താദിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, ആ ഉസ്താദിന്റെ വിഷയമെടുത്താൽ തന്നെ അവരെന്ത് ചെയ്തു? അവരെന്ത് തെറ്റ് ചെയ്തു? അവരുടെ അഭിമാനത്തിന് നമ്മൾ പരിച്ചു ചീന്തില്ലേ?
ഷെയർ ചെയ്ത ഓരോരുത്തരും അവരോട് പോയി ആ പാടിയ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു അവിടെ മാഫ് കൊടുത്തേക്കാം, അവർക്ക് അള്ളാഹു പൊരുത്തു കൊടുത്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് പൊരുത്തം കിട്ടണമെങ്കിൽ അയാളുടെ മുമ്പിൽ ചെന്ന് എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ നിങ്ങളുടെ അഭിമാനത്തിനെ കീറിപ്പറിച്ചു ചീന്തിയ എനിക്ക് നിങ്ങൾ വിട്ടു പൊരുക്കണമെന്ന് പറയാതെ ഒരുത്തനും അള്ളാഹു മാഫ് നൽകൂല എന്ന് നാം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹു താല സത്യത്തിനെ സത്യം പോലെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരാളുടെ നിന്റെ സഹോദരന്റെ അഭിമാനത്തിന് നീ കാത്തു കഴിഞ്ഞാൽ, ഐബിനെ മറച്ചു വെച്ചാൽ, നിന്റെ സഹോദരന്റെ ഐബിനെ നീ മറച്ചു വെച്ചാൽ, നാളെ പരലോകത്ത് അള്ളാഹു നിന്റെ ഐബിനെ അള്ളാഹു മറച്ചു വെക്കും, രഹസ്യമായി വെക്കും എന്നുള്ള പൂർണ്ണമായ ബോധം നമ്മൾക്കുണ്ടായിരിക്കണം. ട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, അതിനെ പരിഹരിക്കപ്പെടാൻ വളരെ പ്രയാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.